I hear the beat, it's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? Love conquest. ഈ വീഡിയോ ചെയ്യുമ്പോൾ ബേക്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും, കാരണം മഴ കൊണ്ടാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഭയങ്കര മഴയാണ്. Then sweet. ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് 3-4 ദിവസമായി. എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, കാരണം വോയിസ് ഓവർ ചെയ്യണമല്ലോ. മഴ കാരണം വോയിസ് ഓവറും ചെയ്യാൻ പറ്റാതെ ആയി. ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുത്തിരിക്കുന്നതാണ്. My heartbeat, yeah, it's pumping so loud. It's the rhythm of love. കുലുങ്ങിയാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ പറയുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ അന്ന് ഞങ്ങളെല്ലാവരും കൂടി, എല്ലാവരും ഇല്ല, ഞാനും വാപ്പച്ചിയും അനിയത്തിയും, ഞങ്ങൾ 3 കൂടി ഒരു സ്ഥലത്ത് പോവാണ്. പയ്യോളി, വടകരയിൽ പോകാനുണ്ട്, പയ്യോളി പോകാനുണ്ട്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഏത് പോലീസ് സ്റ്റേഷനാണ്? പയ്യോളി പോലീസ് സ്റ്റേഷൻ. ഞങ്ങൾ പ്രധാനമായിട്ടും ഫുഡ് കഴിക്കാനാണ് വന്നത്. ഒരു സർഗാലയ അല്ലേ, സർഗാലയിൽ ഫുഡ് കഴിക്കാനാണ് വന്നത്. പക്ഷെ അവിടെ 3 മണി തൊട്ടാണോ അല്ലെ പരിപാടി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. രാത്രി അവിടെ നിന്ന് പിന്നെ ഫുഡ് ഉണ്ടാവും. രാത്രിയാകും. ഞാൻ സുനു വന്നു, വാപ്പച്ചീൻ്റെ കുറച്ച് പോലീസ് ഫ്രണ്ട്സ് റിട്ടയർഡ് ആവുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പയ്യോളി സർഗാലയം എന്നാട്ടോ. ഞാൻ ആദ്യമായിട്ട് പോവാം അങ്ങോട്ട്. ഇവരൊക്കെ അങ്ങോട്ട് പോയിക്കും തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് പോവാം. പോരേന്ന് ഇറങ്ങിയപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇറങ്ങി. അതന്നെ. നല്ല പോലീസ് സ്റ്റേഷൻ, എനിക്ക് ഇഷ്ടമായി. നല്ല പ്രകൃതി രമണീയമായ പോലീസ്. നമുക്ക് പോകണ്ടേ? ഡാഡി വാസ് ദേർ ഗൈസ്. നോക്കൂ, ഇവിടെ Takes over, no room to rest. മഴ പെയ്തു ഗൈസ്. ഇപ്പം നല്ല സുഖമുണ്ട്. എനിക്ക് കാറിന് കുറച്ച് അങ്ങോട്ട് കുലുക്കം കുറഞ്ഞേരോ എനിക്ക് ഛർദ്ദിക്കാൻ മറയിൽ കുറച്ച് കുറവുണ്ട്. പിന്നെ ആളൊരു വലിയൊരു ഗ്യാസ് അങ്ങനെ ഒരു ആശ്വാസം. ഞാൻ വിചാരിച്ച് ഞാൻ ഛർദ്ദിച്ച്. മഴ അമ്മച്ചി. അന്ന് ഭയങ്കര മഴയായിരുന്നു. മഴ പെയ്യാൻ നിൽക്കുക. അവൻ നല്ല തണുപ്പുണ്ടായിരുന്നു. പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പോയി. ഇനി SP ഓഫീസിലാണ് പോകേണ്ടത്. വടകരയാന്ന് തോന്നുന്നു. പെട്ടെന്ന് മഴ അങ്ങോട്ട് നിന്നു. Music plays, I just can't help but. മഴയൊക്കെ പെയ്തതിന് ശേഷം ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നോക്കൂ, പണ്ട് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തോന്നുന്നു ഞാൻ അധികം ഇങ്ങോട്ട് വരലുണ്ടായിരുന്നു. പക്ഷേ ഈടൊക്കെ ആയിട്ട് കുറേ കാലമായി ഞാൻ പോയിട്ട്. അന്ന് ഞാൻ പോയതാ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. വൈകുന്നേരമാണല്ലോ പരിപാടി. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി നല്ല സദ്യ, ചോറ്, സാമ്പാർ, ഉപ്പേരി, ഓംലേറ്റ് ഇതൊക്കെ കഴിച്ചു. സാധാരണ എനിക്ക് ഈ ചോറ് അത്ര കയറൂല, പക്ഷെ ആ ചോറും സാമ്പാറും ഉപ്പേരിയും ഒക്കെ കൂട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ പിന്നെയും വാങ്ങി തിന്നു. എനിക്ക് കുറച്ചുകൂടിയും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ തിന്നാൻ ഇഷ്ടം. പക്ഷെ എൻ്റെ അനിയത്തിക്ക് ചോറും സാമ്പാറുണ്ട്. ഓളൊരു 3-4 പ്ലേറ്റ് തിന്നു. ഇടയ്ക്കൊക്കെ ഓളെ വയറങ്ങ് തുറക്കും. പക്ഷെ അന്ന് ഭയങ്കര തീറ്റയ്ക്കും. പിന്നെ 3-4 മാസം കഴിഞ്ഞാൽ അത് തുറക്കുള്ളൂ. എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ തിന്നു. എപ്പോഴായാലും തിന്നു. ചോറൊക്കെ തിന്നൊരു മധുരം അത് നിർബന്ധം. അതുകൊണ്ട് ഞങ്ങളൊരു കടലമുട്ടായി വാങ്ങി തിന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹോട്ടലിൽ വരണമെങ്കിൽ സുനു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും എവിടെയാണ് ഹോട്ടലുള്ളതെന്ന്. അതെ, സ്ഥലം വന്നിട്ട് പാലോളി പാലം. നേരെ ഈ കേട്ടത്തുമ്പോഴുള്ള ഒരു വീട്ടിലാണ് ഹുണ്ടൈൻ്റെ നേരെ മുന്നിൽ ഈ വീട്ടിലെ. It's pumping
അങ്ങനെ SP ഓഫീസിലെത്തി. വാപ്പച്ചിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ വാപ്പച്ചി അവിടെ കുത്തുന്നു. ഞങ്ങൾ കുറച്ച് കറങ്ങി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ മിറർ ഉണ്ടായിന് അവിടുന്ന് കുറേ കളിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ ചിലവഴിച്ചു. അടുത്തതായി പ്രസംഗിക്കാൻ പോകുന്നത് പോലീസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ മെഹറ ഫാത്തിമ ഫ്രം 8ാം ക്ലാസ്. പ്രസംഗിക്കാം. നമസ്കാരം. ഇത് പറയ്. ഇനി അടുത്തത് നമുക്ക് പോലീസ് ക്യാൻറ്റീനിലോട്ട് പോകണം. അവിടുന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. സ്കൂളൊക്കെ തുറക്കുകയല്ലേ. നല്ലൊരു മഴ പെയ്തു. അല്ലാതെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ വീണിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊള്ളും വീഡിയോയിൽ. അവിടുന്ന് എനിക്ക് കുറച്ച് നോട്ട് വാങ്ങാനായിട്ട് എനിക്ക് കുറച്ച് A4 സൈസ് നോട്ട് അത് വാങ്ങി. പിന്നെ സുനൂനൊരു ബാഗ്, ഒരു പൗച്ച്, പിന്നെ എന്താ വാങ്ങിയത്, ഈ വൈപ്പറും അത് വാങ്ങിയുള്ളൂ. നമ്മൾ അടുത്ത ക്യാൻറ്റീനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് മഞ്ച് വാങ്ങി ഞങ്ങൾ നേരെ സർഗാലയിട്ട് പോയി. ഞാൻ ആദ്യമായിട്ട് പോകട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ചൊരു ഓഡിറ്റോറിയം വല്ലതായിരിക്കും, പക്ഷെ അവിടെ കുറേ സാധനമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു, ഞാനാ തോന്നുന്നു ലാസ്റ്റ് കാണാത്തത്. കുറേ പൂക്കളും പിന്നെ ഒരു വലിയൊരു തടി കഷ്ണത്തിൽ ഉണ്ടാക്കിയൊരു ആനുണ്ട് എന്നൊക്കെ വാപ്പച്ചി പറഞ്ഞു. പിന്നെ കുറേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്, പാർക്കുണ്ട്, വലിയ ഓഡിറ്റോറിയം ഉണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് സെഷനിൽ പോയി. ബാബച്ചിക്ക് ഉച്ചക്ക് ഫുഡ് കഴിച്ച് ദഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ദഹിച്ചക്ക് ഞാൻ പോയി ചോറുന്നു, അല്ല പത്തിരി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, ഞങ്ങൾ നേരെ പാർക്കിൽ പോയി. നമ്മളിപ്പോൾ പാർക്കിലാണ് കാണും പരിപാടി. അവിടെ പരിപാടി തുടങ്ങിക്കൊന്നുമില്ല, എല്ലാവരും വന്നിങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങാനൊക്കെ പോയി. അവിടെ കുറേ സ്ഥലം കാണാണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ ഞാനും സോനും കൂടി ഇങ്ങനെ ചുറ്റിക്കണ്ടു. നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ ഡാഡിയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇത് എന്തോ കുളത്തിൻ്റെയോ എന്തിൻ്റെയോ നടുവിലാണ് ഈ ഒരു ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. അവിടെയാണ് ആൾക്കാർ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടത്. നമ്മൾ മനുഷ്യന്മാരാണോ അതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും കോലിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കയറാന്ന് വിചാരിച്ച് ആദ്യം ഭയങ്കര ഉഷാറായിരുന്നു, പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വലിയൊരു പേടി. പിന്നെ അവിടുന്ന് പലതരം മീനെ കണ്ട് അതിൻ്റെ അടുക്ക് വാപ്പച്ചും മീനും കൂടി അടികൂടുക. കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ. മരത്തിനെ കൊണ്ട് കുഞ്ഞു ഇങ്ങനെ ആനകളൊക്കെ ഉണ്ടാക്കുന്ന വെട്ടി ആനകളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടു. അങ്ങനെ കുറേ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ അത്രയൊക്കെയാണ് അന്നത്തെ ഒരു ദിവസം നടന്നത്. പിന്നെ മഴ പെയ്തിട്ട് ഭയങ്കര മഴ പെയ്തിട്ട് ബ്ലോക്കിലൊക്കെ പെട്ടുപോയി. പക്ഷെ ഞങ്ങളൊരു 7 ആകുമ്പോഴേക്കും വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.